സുഹൃത്ത് വെച്ച് കാര്യം നിങ്ങളെ പ്രസിഡന്റൊക്കെ തന്നെ നിങ്ങൾ ഇന്നൊന്നും മിണ്ടണ്ട മൗനൂർതാന്ന് പറഞ്ഞാൽ മതി. പിത്തനി ഉണ്ടാക്കാൻ വേണ്ടി കുറേ എണ്ണം വന്നിട്ടുണ്ട്. സൈനുപ്പെണ്ണേ നീ ചന്തം വെച്ച് വരുന്നു. അല്ല നിന്റെ ആള് ദുബായിൽ നിന്ന് വന്നു കേട്ടു. ഔ നമുക്ക് 4 ഈന്തപ്പഴം കൊണ്ടുപാടിയാ. അത് എക്ക് ഈന്തപ്പഴം ഒന്നും വേണ്ട, 2 ടൈഗർ മാവും 4 കുപ്പി ഫ്രേയും. ദുബായ് ഫ്രൈ അടിച്ച 1 മാസത്തേക്ക് കുളിക്കണ്ട. സുഭദ്രേച്ചി ഇതാ എന്റെ 50. പിന്നെ എനിക്ക് കഴിഞ്ഞ 6 മാസത്തെ കണക്കൊന്ന് കാണണം. അത് പ്രസിഡന്റ് മൗനവ്രതത്തിലാണ് കണക്കൊക്കെ ഞാൻ കാണിച്ചത്. അതെന്താ അങ്ങനെ ഒരു കൂട്ടം? സുഭദ്രേച്ചി, നിങ്ങൾ ചത്തുമില്ലാണ്ടിരിക്കുന്ന ആരാണോ ഇവിടെ പലരും അഴിഞ്ഞാടുന്നു? എത്രയും ചേച്ചി എന്തെങ്കിലും പറയാണ്ടി മുഖത്ത് നോക്കി പറയാം. ഹാവൂ ഞാൻ പറയാം. സൈനു നീ മുക്കുണ്ട്, നല്ലപോലെ മുക്കുണ്ട്, എനിക്ക് അറിയാം. മുക്ക് എന്താണ്ടി സുലുവനെ അവള് മുക്കണത്? അല്ല മുക്ക് വേണ്ട മുക്കുണ്ടാ? എടി ഉഷേ, നമ്മുടെ കുടുംബശ്രീന്റെ കാസ് സൈനു മുക്കുണ്ട് എന്നാണ് നമ്മുടെ സംഗീത പറയുന്നത്. കുടുംബശ്രീ കാസ് മുക്കാൻ പറ്റുമോ? ഇത് അറിഞ്ഞാണെങ്കിൽ ഞാൻ ഗജാഞ്ചിയാകായിരുന്നു ലേ. എന്നാ ചന്തമായി. ഉഷ്ചേച്ചി ഗജാജി ആക്കണതും വിജയമേലിക്ക് ലോൺ കൊടുക്കണതും ഒന്നാണ്. എപ്പ മുങ്ങിന്ന് കേട്ടാ മതി. എടി സൈനു, നീ കുടുംബശ്രീന്റെ പേരിൽ 2 ലക്ഷം ലോൺ എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞാണ് എക്കിന് രത്നത്തിന് വേണ്ടാന്ന്. ഇവളപ്പൊ ഓവാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്തായി? വീട്ടിൽ നോട്ടീസ് ഒന്നും നടക്കണ്. പോട്ടെ സംഗീത, നീ ക്ഷമി. സൈനു അറിയാണ്ട് ചെയ്തതായിരിക്കും. അറിയാണ്ട സുലൻ ചേച്ചി നിങ്ങളുടെ മണ്ടിൽ മുളകരിക്കും. നിങ്ങളല്ലേ പറഞ്ഞ സംഗീത ചേച്ചിക്ക് ലോൺ വേണ്ട, നിങ്ങൾക്ക് മതി കൊണ്ട് നിങ്ങൾ ലോൺ എടുത്തത്. എന്റെ സുലോ, നീയാണപ്പൊ ശരിക്കുള്ള മുക്കച്ചിയിലേ?